ഇന്നുണ്ടല്ലോ ഒരു 1+ ഇയേഴ്സ് ബേബീസിന് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ അല്ലൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു. മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു പപ്പറ്റ് ആണ്. ഇതൊരു 2 പീസ് സെറ്റാണ് പപ്പറ്റ് എന്ന് പറയുന്നത്. നല്ലായിരുന്നു, നല്ല രണ്ട് ഷേപ്പിലായിരുന്നു. ഒരു റെക്റ്റാങ്കിളും ഒരു ഹാർട്ട് ഷേപ്പും ആയിരുന്നു. രണ്ടും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു. കുറച്ച് കട്ടി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. കാരണം എല്ലാം ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു 150-200 റേഞ്ചിലുള്ള സാധനങ്ങളായിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് വെർത്താണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു വാട്ടർ മാജിക് കളർ ബുക്കാണ്. അതായത് ഇതിൽ നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കളർ പോവും, പിന്നെ നമുക്ക് വീണ്ടും അടിക്കാം. അപ്പം 4 ബുക്സാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം 4 പെന്നും വരുന്നുണ്ട്. അലുസിനാണെന്നുണ്ടെങ്കിൽ പേന എടുത്ത് വരച്ച് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഒക്കെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെയാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഷേപ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാധനം. ഇതിൻ്റെ പേരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു 5 ഷേപ്സ് ഉണ്ട്. സർക്കിള്, റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, പിന്നെ എന്താ സ്ക്വയറ്, അങ്ങനെ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, റൗണ്ട്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടോയ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു 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 ക്യാരക്ടർ, അതിങ്ങനെ ഞെളിങ്ങി പൊളിങ്ങൊക്കെ ഇരുന്നായിരുന്നത്. പക്ഷെ ഞാനിത് കുറേ ട്രൈ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൈയൊക്കെ ഇട്ട് അത് റെഡിയാക്കി എടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് എനിക്ക് തോന്നുന്നു പാക്കിങ്ങിൽ അങ്ങനെ എന്തോ ഞെളിങ്ങി പോയാന്ന് തോന്നുന്നു. സംഭവം എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഓരോന്ന് കൊടുത്തു തുടങ്ങി. അപ്പോൾ എന്നതാ കിട്ടിയ പാടെ വലിച്ചെറിയലാണ് ഫസ്റ്റത്തെ. അശാദിക്ക് അത് ഇഷ്ടമായി. അശാദി ഇങ്ങനെ ഇരുന്ന് ഞെക്കി 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 കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറേ നേരം ഞെക്കി വയ്ക്കും. നല്ലതായിരുന്നു, കൊള്ളാം, അടിപൊളി, എനിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് ഞാൻ കൊടുത്തത് അവൾക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇതുകളുടെ ഓർഗനൈസിങ് സാധനമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൊടുത്തു. അവൾക്ക് കുഴപ്പമില്ല. അവളത് അംഗൻവാടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാരണം അവൾക്ക് അതിനോട് വലിയൊരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അങ്ങനെ തന്നെ മറിച്ചിട്ട് തൈകിട്ടിട്ട് മടക്കടയാക്കി കളഞ്ഞോളൂ. പിന്നെ അത് അവൾക്കറിയാം, കാരണം അംഗൻവാടിയിലൊക്കെ പോകുമ്പോൾ പിള്ളേരുകളൊക്കെ ഇടുന്നൊക്കെ കണ്ടിട്ടുള്ള കാരണം അവളത് നോക്കി. പക്ഷെ അവൾക്ക് അതിങ്ങോട്ട് വലിയ പിടുത്തൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഞാൻ കൊടുത്തത് നമ്മുടെ ഈ ഒരു ഷേപ്പ് ഓർഗനൈസർ ആയിരുന്നു. അതവള് ഒക്കെ എടുക്കാനല്ല, പറക്കി ഇടാനല്ല, എടുക്കാനായിരുന്നു അവൾക്ക് ഉത്സാഹം. അവൾ അവസാനം അവളോട് ഞാൻ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. ആ ഒരു കുറ്റികളുണ്ടല്ലോ, ഈ ഒരു ഷേപ്സ് നമ്മൾ ഇടാനുള്ള ആ കുറ്റികളായിരുന്നു അവളുടെ ടാർഗറ്റ്. അതെങ്ങനെ പിടിച്ച് വലിച്ച് എടുക്കാം എന്നുള്ളതായിരുന്നു. അവസാനം എല്ലാം കൂടെ തകിടം മറിച്ച് താഴ്ത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ആഹാ, എന്ത് മനസ്സുഖെന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇതാണ് നമ്മുടെ മാജിക് കളറിംഗ് ബുക്കിലത്തെ ആ ഒരു പെന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്തുള്ള കളറ് അതങ്ങ് തെളിഞ്ഞു വരും. ആ വെള്ളം എന്താ പറയുക, മങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് പോവുകയും ചെയ്യും. ഇത് അവൾക്ക് വരയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടായില്ല. കാരണം വേറെ ഒന്നുമില്ല, അവൾക്കത് മുഖത്തിട്ട് വരയ്ക്കാനും അവിടെ ഇവിടെ വരയ്ക്കാനായിരുന്നു ഇഷ്ടം. ഈ കളറിംഗ് ബുക്കിൽ കളർ ചെയ്യുക എന്നുള്ള കാര്യം കുറച്ചു നേരമൊക്കെ നോക്കി. എന്നിട്ട് അവൾ അതുകൊണ്ടും അവിടെ ഇവിടെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ കയ്യിൽ പേന ചോദിച്ചാൽ തരുമോ? അതുമില്ല. അവൾക്ക് വരയ്ക്കുകയും വേണം, പേന തരാനും പറ്റില്ല, അന്ന് വരയ്ക്കാനും പറ്റില്ല. അവസാനം ഞാൻ കുറെ തല്ലൊക്കെ പിടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇത് കളർ ചെയ്ത് ഒരു ഫോട്ടോ എങ്കിലും കംപ്ലീറ്റ് ആക്കേണ്ട ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിക്കും, അവൾ തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ അവസാനം അവിടെ ഇടി വലി ബഹളമായി, കരച്ചിലായി. അവസാനം ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ച ടോയ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.